കത്തോലിക്ക സഭയ്ക്കെതിരെ RSS മുഖപത്രമായ ഓർഗനൈസർ തിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, RSSൻ്റെ മുഖപത്രം എല്ലാ തരത്തിലും അവർ വർഗീയ പരാമർശം നടത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അവർ എമ്പുരാൻ സിനിമയെക്കുറിച്ച് വിവാദമുണ്ടാക്കി തുടരെ ലേഖനം എഴുതിയത് കണ്ട് ചില ക്രിസ്ത്യൻ വിഭാഗക്കാരെങ്കിലും അതിനെ അനുകൂലിക്കാൻ തുടങ്ങിയെങ്കിൽ അവർക്കും അടിതെറ്റിയിരിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് അനധികൃതമായി ഭൂമിയുണ്ടെന്നും 20,000 കോടി രൂപയിലേറെ ആസ്തിയാണ് അവർക്കുള്ളതെന്നും ഇത് എങ്ങനെ വന്നു എന്നത് കണ്ടെത്തണം. ഇത്തരത്തിൽ പോകുന്നു RSS മുഖപത്രത്തിൻ്റെ വാക്കുകൾ. കേരളത്തിൽ ക്രൈസ്തവർക്കെതിരെ തിരിയാൻ RSSന് അധികം സമയം വേണ്ടി വരില്ല എന്നുള്ളത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ നിരവധി ക്രിസംഖികൾ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ക്രൈസ്തവർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും RSS തിരിയും. RSSന് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കത്തോലിക്ക സഭയുടെ സംഭാവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ RSSന് അതിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് നാൾക്ക് നാൾ തെളിഞ്ഞു വരികയാണ്. RSS മുഖപത്രം അവരുടെ അജണ്ടകൾ വ്യക്തമാക്കാൻ, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ, വർഗീയ വിഷം വമിപ്പിക്കാൻ വേണ്ടി കൃത്യമായും ലേഖനങ്ങൾ പടച്ചുവിടാറുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അത്തരത്തിലാണ് 7 കോടി ഹെക്ടർ ഭൂമി കത്തോലിക്ക സഭയുടെ കീഴിൽ ഉണ്ട് എന്ന് ഇപ്പോൾ RSS മുഖപത്രം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസറിനെതിരെ കത്തോലിക്ക സഭ രംഗത്ത് വന്നതോടുകൂടി ആ വിവാദ ലേഖനം പിൻവലിച്ചെങ്കിലും അവരുടെ അജണ്ടയിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. രാജ്യത്ത് സംഘപരിവാറിനെതിരെ ആര് എന്ത് സന്ദേശം കൊടുത്താൽ, പഴയ ചരിത്രപരമായ വസ്തുതകൾ കോർത്തിണക്കി ഒരു കലാസൃഷ്ടി നിർമ്മിച്ചാലും അത് രാജ്യവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് RSS വരും. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരെ എല്ലാ തരത്തിലും ശബ്ദം ഉയർത്തുമ്പോൾ അവിടെയും RSS ഉണ്ടാകും എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. എങ്ങനെയാണോ ഗാന്ധിജിയുടെ ഘാതകരെ ന്യായീകരിക്കുന്നത്, എങ്ങനെയാണോ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അത് സനാതനധർമ്മം എന്ന പേരിട്ടുകൊണ്ട് കൃത്യമായും ചാതുർവർണ്ണയത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ അജണ്ടകൾ അതൊന്നിനു പിറകെ ഒന്നായി അവരുടെ ഉള്ളിലെ എല്ലാ തരത്തിലുള്ള മനോവൈകൃതങ്ങളെയും തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് നേർത്ത് വരുന്നു എന്നുള്ളതാണ് മുഖപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്.